അക്ഷയ്, you are hurting me. വേദനിച്ചോ നിനക്ക്? എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നേ? എന്തിനാ നീ എന്നെ ഇങ്ങനെ എപ്പോഴെപ്പോഴും ദേഷ്യപ്പെടുത്തുന്നേ? നീ എന്താ പേടിച്ചിരിക്കുന്നത്? ഇങ്ങനെ പേടിച്ചിരിക്കുന്ന നിന്നെ കാണാൻ ഒരു രസവുമില്ല. Come on, smile. Smile ചെയ്യേ. ചിരിക്കുന്നേ. നോക്ക്, എത്ര നന്നായിരിക്കുന്നു. You look so pretty now. I love you, baby. You know na? ഞാൻ I love you പറഞ്ഞു. അപ്പൊ നീ എന്താ പറയണ്ടേ? I love you too. Yeah. Now come on. ഇത് നിന്റെ അമ്മാവന്റെ പാർട്ടിയാണ്. ഇപ്പൊ നീ നിന്റെ ഭാവി ഭർത്താവിന് വേണ്ടി ഒന്ന് ഓർഡർ ചെയ്യുന്നില്ലേ? ഓർഡർ ചെയ്യൂ. അതെ, ഉറക്കെ. അതെ, വെയിറ്റ്. Thank you. Cheers. വേഗം വാ. ഒരു മിനിറ്റ് നിൽക്കുന്നുണ്ട്. എന്താ? ഇവിടുന്ന് പോകുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്തേ പറ്റൂ. നമ്മൾ ഇവിടെ വന്നതിനുള്ള എല്ലാ തെളിവുകളും നശിപ്പിക്കണം. എന്ന് വെച്ചാ, അയ്യോ, നിങ്ങൾ ഫിലിം ഒന്നും കണ്ടിട്ടില്ലേ? നമ്മൾ ഇവിടെ വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ വീട് അതുപോലെ തന്നെ ആക്കണം, അല്ലെങ്കിൽ ഷെല്ലിന് സംശയം തോന്നും. വാവ്, എന്റെ ബുദ്ധിരാക്ഷസി, കൊള്ളാം. താങ്ക് യു സർ. എന്നാ വാ. ഇടയ്ക്കൊക്കെ വഴക്ക് പറയേണ്ടയിടത്ത് പറയുക തന്നെ വേണം, അല്ലേ? ശരിയാ പറഞ്ഞത്. അറിയോ, ഇതുപോലത്തെ ചെറിയ ചെറിയ ഡോസ് അത്യാവശ്യമാണ്. എനിക്കും തോന്നാറുണ്ട് വല്ലപ്പോഴും വഴക്ക് പറയണമെന്ന്, പക്ഷെ എനിക്ക് കഴിയാറില്ല. അമ്മേ, എന്റെ മനസ്സോ അതുപോലെ തന്നെയാ. എനിക്ക് ആരെയും വഴക്ക് പറയാനേ പറ്റില്ല. ഇനി എനിക്ക് ദേഷ്യം വരികയാണെങ്കിൽ അത് മനസ്സിലൊതുക്കും. അത് ആരെയും വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാ. അതുകൊണ്ടാ ഇന്ന് ഷേർലിനെ വഴക്ക് പറയാൻ കഴിയാത്തത്. അതൊന്നും പേടിക്കണ്ട, ആവശ്യം വരുമ്പോ പറഞ്ഞാ മതി, ഞാൻ വന്ന് പറഞ്ഞോളാം. അല്ല, എന്താ കാര്യം? എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അത് പിന്നെ ഞാൻ ആലോചിച്ചത്, എത്ര നല്ലവരാണ് നിങ്ങൾ. നിങ്ങളുടെ മുഴുവൻ കുടുംബവും എല്ലാവർക്കും സ്നേഹം നൽകുന്ന, എല്ലാവരെയും ബഹുമാനിക്കുന്ന ഷെർലിൻ, നിങ്ങളുടെ മരുമകളാവാൻ പോകുന്ന കുട്ടി. അറിയില്ല എനിക്ക് ഈ കുടുംബത്തിൽ എല്ലാവരുടെയും കൂടെ ചേർന്ന് നിൽക്കുമോ എന്ന്. അഡ്ജസ്റ്റ് ചെയ്യോ ഇല്ലയോ, അതാ ഞാൻ ആലോചിച്ചത്. സരള, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഷെർലിൻ നമ്മുടെ കുടുംബത്തിലെത്തുമ്പോ അഡ്ജസ്റ്റ് ആയിക്കോളും. ഇനിയിപ്പോ ആയില്ലെങ്കിലും അമ്മയുണ്ടല്ലോ, അമ്മയെ വിളിക്കാലോ. ഒരു കുഴപ്പമില്ല മോളെ, എന്തെങ്കിലും ആവശ്യം വന്ന എന്നെ വിളിച്ചാ മതി, ഞാൻ ഓടി വന്നോളാം. വരൂ, രാധിക നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇളയമ്മ, നമസ്കാരം. നമസ്കാരമുണ്ട്. നന്നായി വരും. നന്നായിരിക്കട്ടെ മോളെ. ഇളയമ്മേ, ഇത് സരള. ഇത് അവരുടെ അമ്മയാണ്. പിന്നെ ഇവരെ പരിചയപ്പെടൂ, ഇതെന്റെ സ്വന്തം ഭാര്യയാണ്. ശരിക്കും എനിക്കിവളെ ഒട്ടും മനസ്സിലായേ ഇല്ല. ഇത്ര മെലിഞ്ഞു പോയി. എന്ത് പറ്റി മോളെ നിനക്ക്? ഇളയമ്മേ, എന്തൊക്കെയായി പറയുന്നത്? ഞാൻ മെലിഞ്ഞെന്നോ? അങ്ങനെ എന്തായാലും ഉണ്ടാവില്ല. ഇളയമ്മയ്ക്കറിയോ, കഴിഞ്ഞ മാസത്തെക്കാൾ എന്റെ വെയിറ്റ് 2 കിലോ കൂടിയിരിക്കുക. ഞാൻ എന്താ പറയുന്നതെന്നോ, ഒരു തവണ നീ പോയൊന്ന് ചെക്കപ്പ് ചെയ്യിക്ക്. ആ മഹേഷ് മോനെ, ഈ രോഹിത്തും അവന്റെ ഭാര്യയാവാൻ പോകുന്ന കുട്ടിയോ ഇവിടെ? അത് ഞാൻ ആ സമീറിനെ അയച്ചിട്ടുണ്ട് അവർ വിളിക്കാൻ. ഇപ്പൊ വരും. അതാ വരുന്നു. അതാ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. കവിത, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിന്റെ നാവ് കൈപ്പുള്ളതാണെങ്കിലും നിന്റെ മനസ്സ് മോശമൊന്നും അല്ല കേട്ടോ, അല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ. ഓഹോ, എന്റെ രോഹിത് മോനെ, എന്റെ പൊന്നു മോനെ. നിന്നെ പറ്റി പറയാനൊന്നുമില്ല. ആരെങ്കിലും ഉണ്ടോ നിന്നെ പോലെ ഹാൻസം ആയിട്ട്? അങ്ങനെ ആരും ഉണ്ടാവില്ല. ഇളയമ്മേ, ഇത് ഷേർലിന, രോഹിത്തിന്റെ വൈഫാകാൻ പോകുന്ന കുട്ടി. മതി മതി മതിയാക്ക് ഈ നാടകാഭിനയം. ഈ ബന്ധം കവിത കൊണ്ടുവന്നതാവും. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ല ബന്ധം ഞാൻ കൊണ്ടുവന്നേനെ. നല്ല സുന്ദരിയായ പെൺകുട്ടിയെ കൊണ്ടുവന്നേനെ. ഇളയമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നത്? എന്താ നിന്റെ ഇളയമ്മയെ പറ്റി നീ വിചാരിച്ചത്? നിന്റെ ഇളയമ്മ എന്തു പറഞ്ഞാലും അത് 100% ശരിയാവുകയുള്ളൂ. ശരി, അത് വിട്. എനിക്കെന്താ, എന്റെ തൊണ്ട വരളുന്നു. അത് കുറച്ച് കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എവിടെ കിട്ടുമെന്നാ? എവിടെ കിട്ടുമെന്ന് പറ. നീ എന്റെ ടൈപ്പാണല്ലോ. വരൂ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. അമ്മേ,
എന്നാ പോവാം. ഈ അമ്മയുടെ അല്ല അത് ഇളയമ ഒന്ന് ശ്രദ്ധിച്ചോണേ. അമ്മ ഇത് എവിടെ പോവാ? മോളെ, എന്റെ ഇളയമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതില് ഒന്നും വിചാരിക്കരുതേ. അവരൊരു തമാശക്ക് എല്ലാവരും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവര് പറയുന്നതൊന്നും നീ മനസ്സിൽ വെച്ചേക്കല്ലേ. ഇനിയിപ്പോ എന്തെങ്കിലും തോന്നിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ശീലമായിക്കോളും. ഓ, നിങ്ങളും ഇനി എല്ലാരും കളിയാക്ക്. ഒരുപാട് നേരായിട്ട് നിൽക്കല്ലേ. വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. ക്ഷീണം തോന്നുന്നുണ്ടോ? ആ മഹേഷേട്ടാ, ഞാനൊന്ന് അമ്മയുടെ പിന്നാലെ പോയി നോക്കട്ടെ. അറിയില്ല അവർ എത്രത്തോളം ഡ്രിങ്ക്സ് കുടിക്കുമെന്ന്. ഞാൻ ഇപ്പൊ വരെ ഒന്ന് പോയി നോക്കട്ടെ. വാ അമ്മേ. ഞാനിപ്പോ വരാം. മോനെ, നിന്റെ ഭാര്യയാകാൻ പോകുന്ന കുട്ടിയില്ലേ, അവളോട് പറയേ ഇളയമ്മ പറഞ്ഞത് മോശമായി എടുക്കേണ്ടത്. അവളോട് പറയേ. പിന്നെ ഇളയമ്മ പറഞ്ഞു കേട്ട് വിഷമിക്കുന്ന വേണ്ട, അതങ്ങനെയാ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് യാർ. അതേക്ക് ഇരിക്കും. ഷേർലിനെന്താ പൃഥ്വിയെ കണ്ടപ്പോ ഇത്ര സന്തോഷം? എന്താ അതിന് കാര്യം? ഇല്ല രോഹിത്, സംതിങ് ഈസ് ഫിഷി. സമീർ, നീ സൃഷ്ടി എവിടെയെങ്കിലും കണ്ടോ? ഞാൻ ഇവിടെ മുഴുവനും നോക്കി കണ്ടതേ ഇല്ല. ഇല്ല മുത്തശ്ശി, ഞാൻ സൃഷ്ടിയെ കണ്ടതേ ഇല്ല. പക്ഷേ മുത്തശ്ശി ടെൻഷൻ ആവണ്ട, ഞാൻ അവളെ കണ്ടുപിടിച്ച് മുത്തശ്ശിയുടെ അടുത്തുകൊണ്ട് വരാം. ആഹാ, നിനക്കും അറിയില്ല. കേമമായല്ലോ, നീ അറിഞ്ഞിരിക്കണ്ടേ? മുത്തശ്ശി 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 വിഷമിക്കണ്ട. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, പാർട്ടിയില്. അല്ലാതെ വേറെ എവിടെ പോനാ? ഞാൻ അവിടെ നോക്കിട്ട് വരാം. ചെല്ല്, വേഗം ചെന്ന് തിരഞ്ഞോണ്ട് വാ. പോയി തിരയൽ മാത്രം നടന്നാ പോരാ, സമയം എടുക്കരുത്. സമയം എടുക്കരുത്? എന്റെ ഭഗവാനെ, മനസ്സിലായില്ലല്ലേ? നീ എന്തൊരു ചെറുക്കനാ! നല്ല വായടിയാണല്ലോ. ഞാൻ കേട്ടിട്ടുള്ളത് ആമ്പിള്ളേർ നന്നായി സംസാരിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന്. പക്ഷേ നിനക്കതിന് സമയമെടുക്കും. മുത്തശ്ശി എന്താ പറയുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. നീ അത് വിട്. പോയി അവളെ കണ്ടുപിടിച്ചിട്ട് പറ. മുത്തശ്ശി അവളെ വിളിക്കുന്നുണ്ടെന്ന്. മനസ്സിലായോ? ശരി മുത്തശ്ശി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് പ്രണയം ഇവരുടെ മനസ്സിൽ കൂടി ഉറപ്പിക്കും. എന്നിട്ട് ഹൃദയത്തിന്റെ മൊബൈൽ അടിക്കും. ഫോൺ സൈലന്റ് ആക്കി വേഗം. സോറി. ഹലോ ഹലോ സൃഷ്ടി, നീ എവിടെയാ? എല്ലാവരും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആണോ? എന്നെല്ലാരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നീയോ? നിനക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ആ, ഞാനും നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്.
അതെന്തിനാ? അത് പിന്നെ കാരണം നീ പാർട്ടിയിൽ വരുന്നത് വരെ പാർട്ടി ഒരു പാർട്ടി ആവില്ല. നിന്റെ ആ പ്രാന്ത് പിടിച്ച കളികളും തമാശകളും അതൊന്നും ഇല്ലാതെ പാർട്ടിക്ക് ഒരു രസവും വരില്ല. ശരിയല്ലേ? ഞാൻ വിചാരിച്ചു ഇനി എന്നെ അത് എന്താണെന്നോ ഞാൻ പറഞ്ഞു വന്നത്, നിന്നെ പോലെ അടിച്ചുപൊളി വട്ടുപിടിച്ച പെണ്ണല്ലേ പാർട്ടി റോക്കാവുകയുള്ളൂ. ഞങ്ങളൊക്കെ എങ്ങനെ നീ ഇല്ലാതെ ഈ പാർട്ടി എൻജോയ് ചെയ്യും? അത് സോറി സൃഷ്ടി, എന്നോട് ദേഷ്യപ്പെടല്ലേ. ഞാൻ നിന്നെ വട്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞേരെ, പിന്നെ വഴക്കിടല്ലേ പ്ലീസ്. സോറി. ദേഷ്യോ? ദേഷ്യം എന്തിനാ എനിക്ക് നിന്നോട്? ഞാനിതൊരു കോംപ്ലിമെന്റ് ആയിട്ടാ എടുത്തേ. എന്നെ വട്ടുകൾ കൊണ്ട് പാർട്ടി റോക്കിംഗ് ആയിട്ട് മാറും. നല്ല കാര്യല്ലേ? ആ ശരി, അതൊക്കെ വിട്. എന്നിട്ട് പറയും നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ വീട് മുഴുവൻ നോക്കി, എല്ലാ സ്ഥലത്തും നിന്നെ തിരഞ്ഞു. നിന്നെ കണ്ടതേയില്ല. വേഗം വാടോ, ഡാൻസ് തുടങ്ങാൻ പോവാണ്. നീ എവിടെയാ? ഞാൻ അവിടെ വീട്ടിലില്ല, പിന്നെ എങ്ങനെ വരാനാ? ഞാൻ പുറത്താ. വലിയൊരു ഇമ്പോർട്ടന്റ് മിഷനാ. ആക്ച്വലി ചിലരുടെ ജീവിതത്തിന്റെ കാര്യമാ. ഭയങ്കര ഇമ്പോർട്ടന്റാ, പിന്നെ വലിയൊരു സീക്രട്ടും ആണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ ഗോഡ്, നോക്ക് സൃഷ്ടി, ആ പൃഥ്വി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇയാളുണ്ടല്ലോ എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇവനൊന്ന് ഭയങ്കര നെഗറ്റീവ് വൈബാണ് കിട്ടുന്നത്. ഇയാളെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഡോണ്ട് യു വറി, ആ നെഗറ്റീവ് വൈബ് കൊണ്ട് അയാൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ജയിലിൽ പോയിരുന്ന് നഖവും കടിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. നഖം. ഹലോ സമീർ, ഇപ്പൊ സൃഷ്ടിയെ കുറിച്ച് ജോലിയില്ല, പിന്നെ സംസാരിക്കാം. ഓക്കെ? ഒരു മിനിറ്റ്, നിനക്കെങ്ങനെ മനസ്സിലായി ഇവള് സമീറിനോട് സംസാരിക്കുന്നതെന്ന്? സഹോദരികൾക്ക് പരസ്പരം എല്ലാം മനസ്സിലാകും. ഇതുപോലെ സംസാരിക്കുകയാണെങ്കിൽ അത് ആരുമായിട്ടാണെന്ന്. വാ, വേഗം പോവാം. So ladies and gentlemen, attention please. First of all, thank you so much for coming. പണ്ടുള്ളവര് പറയും ജോഡികൾ ദൈവം സൃഷ്ടിക്കുന്നതാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺട്രാസ്റ്റിലാണ് സൃഷ്ടിക്കുന്നതെന്നാ. ഒരാൾ നോർത്ത്, മറ്റേയാൾ സൗത്ത്. പിന്നെ ഇങ്ങനെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ അവര് സ്വന്തം പേഴ്സണാലിറ്റിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വയം മനോഹരമായ ഒരു ജീവിതം ഒരുമിച്ച് പടുത്തുയർത്തുന്നവർ. അങ്ങനെ ഒരു ലക്കി കപ്പിളിനെ എനിക്കറിയാം. അവരിന്ന് അവരുടെ 25th വെഡിങ് ആനിവേഴ്സറി, അതായത് സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. മൈ ലവിംഗ് ബ്രദർ ആൻഡ് മൈ മോസ്റ്റ് ഗോർജിയസ് ഏടത്തി, കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ ഈ പാർട്ടി എന്റെ അമ്മയുടെയും അച്ഛന്റെയും 25th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ നടത്തുന്നതാണ്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതുപോലെ ഒരു സെലിബ്രേഷനും ഡാൻസ് ഇല്ലാതെ നടത്തിയിട്ടില്ല. ഈ ഹാൾ കൂടുതൽ ഭംഗിയാക്കാൻ എന്റെ മോം ആൻഡ് ഡാഡ് ഈ ഹാളിലേക്ക് വരികയാണ്. പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ഫോർ മൈ മോം ആൻഡ് ഡാഡ്. രാധിക മോളെ, പോയി അടിച്ചു പൊളിക്ക്, തിമിർത്തുവാ, ചെല്ല്. അമ്മേ, എന്താ ഈ പറയുന്നത്? അതിനിപ്പോ എന്താ? രാധിക, നിങ്ങളാണോ പറയുന്നത്? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് ഈ ഫിലിമി ഡയലോഗ് ഒക്കെ? അത് എനിക്കത് പറയാൻ തന്നെ നാണം വരുന്നു. സരള, അത് ശരി, ഇവൾ അങ്ങനെ പറഞ്ഞോ? നിന്റെ മോൻ മഹേഷ് ഉണ്ടല്ലോ, എന്റെ മോളെ ചീത്തയാക്കും. ചെല്ല് രാധികെ, പോ, ഞങ്ങൾക്ക് കാണണം നിങ്ങളുടെ ഡാൻസ്. സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞ മതിയോ? 25 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട്. നീ ഇപ്പൊ നോക്ക് എങ്ങനെയാ സമ്മതിപ്പിക്കുന്നത്. സാം, കുറച്ച് റൊമാൻറ്റിക് ആവുന്നേ. റൊമാൻറ്റിക് ആവട്ടെ. ഇപ്പൊ കണ്ടോ? കൈ മാത്രം ഇങ്ങനെ നീട്ടിയതുകൊണ്ട് ഒന്നും ആവില്ല കേട്ടോ. ഓ എന്റെ ജീവന്റെ ജീവനെ, പ്രണയത്തിന്റെ സാഗരമേ, എനിക്കറിയില്ല. ഇനി എത്ര കാത്തിരിപ്പിക്കുമെന്നെ. ഒരു തവണ ഒന്ന് സമ്മതം പോളൂ നീ. എന്ത്? എന്റെ പ്രണയത്തിന്റെ പെർഫോമൻസ്. എന്നാ വാ. സാം, go for it guys.
ഇൻസ്പെക്ടർ സർ, ഞാൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അതെ സർ, ഞാൻ തന്ന അഡ്രസ് തന്നെയാ, ഗുരാന ഹൗസ്. ഇതുവരെ ആരും വെളിയിൽ വന്നിട്ടില്ല. എന്തൊരു കഷ്ടം ഇത്. ഇവരിപ്പോ ഇവിടെ എങ്ങനെ എത്തി? സാർ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇത് പിടിക്കേ. ഇല്ല. അയ്യോ പിടിക്ക് വേണേ അങ്ങോട്ട്. സാർ ഇത് സാറിന്റെ സീക്രട്ട് അല്ലേ, പിന്നെ എന്തിനാ ചേച്ചിക്ക് കൊടുത്തേ? ഫോളോ മീ.